C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ എവിടെയാണ് ഞാനത് കണ്ടത്? ഇതെന്താ ആ ഫയല് മാത്രം ഇവിടെ കാണാത്തത്? അത്രയും പഴയ ഫയലായതുകൊണ്ട് അതാരും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതില് ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണുന്നില്ലല്ലോ. ആരോ ഇളക്കി മാറ്റിയിരിക്കുക. ആരായിരിക്കും ഇങ്ങനെ ചെയ്തത്? വീട്ടിൽ നിന്ന് ഡയറി കാണാതായതിനും ഇപ്പൊ ഈ ഫോട്ടോ കാണാതായതിനും പിന്നിൽ ഒരാളായിരിക്കോ? ആരോ എന്റെ പിന്നിൽ തന്നെയുണ്ട്. അതാണ് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ തടസ്സങ്ങൾ. രാഗസുധ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MBA in മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിംഗ്. ഇതൊന്നും പേഴ്സണൽ ഇൻഫർമേഷനും കയറിയിരിക്കുകയാണല്ലോ. രാഗസുധ എന്ന ഈ പേര് മാത്രം വെച്ച് ഞാൻ എങ്ങനെ രാഗസുധയെ കണ്ടെത്തും? ഓഫീസിലെ സിസ്റ്റത്തിൽ നിന്ന് പഴയ എംപ്ലോയീസ് ഡീറ്റെയിൽസ് എടുത്താൽ ആ ഡീറ്റെയിൽസിൽ നിന്ന് രാഗസുധയുടെ അഡ്രസ്സ് കിട്ടും. രാഗസുധയുടെ ബയോഡേറ്റ ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് രാഗസുധ ഉറപ്പായും ഈ ഓഫീസിൽ ജോലി ചെയ്ത ആളായിരിക്കും. എത്രയും വേഗം രാഗസുധയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് എവിടെയാണുള്ളതെന്ന് അറിയണം. രാഗസുധയാണ് ആകെ എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി, രാജനന്ദിനിയുടെ ജീവിതത്തിലേക്കുള്ള ഏക വഴി. എല്ലാ ജീവിതത്തിന് പിന്നിലും ഓരോ ജീവിത ലക്ഷ്യങ്ങളുണ്ടാവും. രവിയെ സ്നേഹിച്ച് പരിചരിച്ച് രവിയോടൊപ്പം ജീവിക്കണമെന്ന ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശ്രീലക്ഷ്മിയുടേത് അങ്ങനെയല്ല. പ്രായത്തിനും പക്വതയ്ക്കും അപ്പുറത്തേക്ക് ശ്രീലക്ഷ്മിക്ക് പലതും ചെയ്തു തീർക്കാനുണ്ട്. അത് അവളുടെ ജീവിത ലക്ഷ്യം മാത്രമല്ല, അവളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അത് ഈശ്വരനായിട്ട് അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ആ ഈശ്വരനും ശ്രീലക്ഷ്മിയുടെ പ്രവൃത്തികൾക്കും ഇടയ്ക്ക് വേറെ ആർക്കും ഒരു സ്ഥാനവുമില്ല, ഈ എനിക്ക് പോലും. ആ ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം ശ്രീലക്ഷ്മിയുടെ ഭാവി ജീവിതവും വർത്തമാനകാല ജീവിതവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ രവിയും ശ്രീലക്ഷ്മിയും ഒന്നായി തീരും, ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ. അമ്മയ്ക്ക് ആ ഒരു കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. എന്നെയും രവിയും പോലെ, അല്ലെങ്കിൽ അതിനും അപ്പുറം അവൾ സന്തോഷമായി ജീവിക്കും. അതിനുശേഷം മാത്രമേ എനിക്ക് അമ്മയും രവിയും ഇടുന്ന ബലി കൊണ്ട് പ്രയോജനം ഉണ്ടാവും. എന്റെ ആത്മാവിന് മോക്ഷപ്രാപ്തി ലഭിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ ഇതൊക്കെ അറിയുന്നതിന് മുൻപ് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ തിരികെ കൊണ്ടുവരണം. രവിയെ സ്നേഹിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ കുട്ടി എന്തെല്ലാം അനുഭവിക്കുന്നു. രവിയെ സ്നേഹിച്ചു പോയി എന്നത് ഒരു കാരണമല്ല അമ്മേ.
ഒരു നിമിത്തമാണ്, ഒരു നിയോഗമാണ്. ഈശ്വരനിൽ അന്ധമായി വിശ്വസിക്കുന്ന അമ്മ എന്നെയും വിശ്വസിക്കണം. എല്ലാത്തിന്റെയും പര്യവസാനം രവി ശ്രീലക്ഷ്മി പ്രണയവും അതിനോടൊപ്പമുള്ള അവരുടെ ജീവിതവുമാണ്. ഞാൻ പറഞ്ഞത് അമ്മേ മതി. ഇനിയും അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചിലപ്പോ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. ഇനിയും അമ്മ എന്നോട് സംസാരിച്ചാൽ ഈ ലോകത്ത് ആരും അറിയരുതെന്ന് ഞാൻ തീരുമാനിച്ചതൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയിന്ന് വരും. അത് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അമ്മ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഇനി ഒരിക്കലും അപേക്ഷയുടെ ഭാഷയുമായോ അല്ലാതെയോ അമ്മ ഈ മുറിയിലേക്ക് കയറി വരരുത്. എല്ലാം ശുഭമായി തീരുന്ന ഒരു നല്ല ദിവസമുണ്ട്. അതുടനെ സംഭവിക്കും. ഇന്ന് ശ്രീലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ, അവൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നവരൊക്കെ അവളുടെ നന്മ കാണും. ഇനി ഞാനും അമ്മയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്. എന്നോട് പറയേണ്ടതല്ല, ശ്രീലക്ഷ്മിയോട് പറഞ്ഞാൽ മതി. എനിക്ക് പകരക്കാരിയായിട്ടല്ല, ഞാനായിട്ട് തന്നെ അവളത് കേട്ടോളൂ. ഇനി ഒന്നും എനിക്ക് പറയാനും കേൾക്കാനും ഇല്ല. അമ്മയ്ക്ക് പോകാം. മോളെ, 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 കഥവ് തുറക്ക്. മോളെ, കഥവ് തുറക്ക്. മോളെ, കഥവ് തുറക്ക്. ഇനി ഞാനും അമ്മയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്. എന്നോട് പറയേണ്ടതല്ല, ശ്രീലക്ഷ്മിയോട് പറഞ്ഞാൽ മതി. എനിക്ക് പകരക്കാരിയായിട്ടല്ല, ഞാനായിട്ട് തന്നെ അവളത് കേട്ടോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.